നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ യൂണിയൻ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിന്ന് ഇന്ന് യൂറോപ്യൻ സൂപ്പർ ലീഗിന് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അപ്പോൾ ഇനി സൂപ്പർ ലീഗ് നടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2 വർഷക്കാലം മുമ്പാണല്ലോ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളായിരുന്നു അതിന് പിന്നിൽ. പക്ഷേ പിന്നെ എല്ലാവരും പിൻവാങ്ങി. ബാഴ്സയും റയലും മാത്രം ഒറ്റക്കായി. ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്ന ഫ്ലോറന്റീനോ പെരസിൻ്റെ സ്പീച്ച് നമ്മൾ കണ്ടു. അദ്ദേഹം പറയുന്നത് റയൽ മാഡ്രിഡ് ഇതിനെ വെൽക്കം ചെയ്യുകയാണ്, വലിയ സാറ്റിസ്ഫാക്ഷനോടുകൂടി കോടതിയുടെ ഈ വിധി സ്വീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനെതിരെയാണ് പല പ്രമുഖ ക്ലബ്ബുകളും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ECA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റ് വഴി ഒരു തരത്തിലും സൂപ്പർ ലീഗ് പ്രൊജക്റ്റ് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് അതിലില്ല എന്ന് തന്നെയാണ് ECA ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞില്ല അത്ലറ്റിക്കോ മാഡ്രിഡ് സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് യൂറോപ്യൻ ഫുട്ബോൾ ഫാമിലി ഒരിക്കലും യൂറോപ്യൻ സൂപ്പർ ലീഗിനെ അംഗീകരിക്കില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവർ പൊസിഷൻ ഹാസ് നോട്ട് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞങ്ങളുടെ ആ ഒരു നിലപാടിൽ മാറ്റമില്ല, യൂറോപ്യൻ സൂപ്പർ ലീഗുമായിട്ട് എന്തായാലും സഹകരിക്കില്ല എന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ബയൺ മ്യൂണിക്ക് ഇത് റിജക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ക്ലിയർ, ദി ഡോർ ഫോർ ദി സൂപ്പർ ലീഗ് അറ്റ് FC ബയൺ റിമൈൻസ് ക്ലോസ്ഡ്. ബയൺ മ്യൂണിക്കിൻ്റെ മുന്നിൽ ഇതിൻ്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കും. സെവിയയുടെ സ്റ്റേറ്റ്മെൻറ്റിലും അവർ പറയുന്നത് സൂപ്പർ ലീഗിനെ അവർ റിജക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അതുപോലെ ഒട്ടുമിക്ക ക്ലബ്ബുകളിൽ നിന്നും ഇപ്പോൾ നോക്കുക, ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ CEO വാട്സ്കെ കൺഫേം ചെയ്യുന്നു, വി ആർ നോട്ട് അവൈലബിൾ ഫോർ സൂപ്പർ ലീഗ് എന്ന്. സൂപ്പർ ലീഗിന് തങ്ങളില്ല എന്നവർ പറയുന്നു. ഇത്തരത്തിൽ തന്നെയാണ് ഒരുവിധം എല്ലാവരുടെയും ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. യുവേഫയുടെ പ്രസിഡന്റ് സെഫറിനും ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. പ്രീമിയർ ലീഗ് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ടുഡേസ് റൂളിംഗ് ഡസ് നോട്ട് എൻഡോസ് ദി സൂപ്പർ ലീഗ് ആൻഡ് ദി പ്രീമിയർ ലീഗ് കണ്ടിന്യൂസ് ടു റിജക്ട് എനി സച്ച് കൺസെപ്റ്റ് എന്ന് തന്നെ കൃത്യമായിട്ട് അവരുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. AS റോമയും സൂപ്പർ ലീഗ് റിജക്റ്റ് ചെയ്യുകയാണെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. പാരീസ് സെന്റ് ജർമ്മൻ ടോട്ടലി ആൻഡ് അട്ടർലി റിജക്ട്സ് എനി പ്ലാൻ ഫോർ സോ കോൾഡ് സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ചുരുക്കത്തിൽ ഒട്ടുമിക്ക പ്രമുഖ ക്ലബ്ബുകളും ഇതിനെ വീണ്ടും റിജക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോറന്റീനോ പെരസും മറ്റുള്ളവരും വിഭാവനം ചെയ്യുന്ന സൂപ്പർ ലീഗ് എങ്ങനെ നടക്കും കാത്തിരുന്ന് കാണണം. വീണ്ടും യൂറോപ്യൻ ഫുട്ബോളിലെ അധികാര വടംവലിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.